ഹായ് നമസ്കാരം. എല്ലാവർക്കും ദിശ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ SSCയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. SSC എക്സാമിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഇംഗ്ലീഷ് ഏരിയാസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു സീരീസ് ഓഫ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് SSC റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള നൗണിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് ബേസിക്കായി പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങളാണ് എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്, എന്താണ് ഒബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് നൗൺ എന്ന് പറയുന്നത്. കാരണം ഇംഗ്ലീഷിലെ SVO അഥവാ സബ്ജക്ട് വെർബ് ഒബ്ജക്ട് എഗ്രിമെന്റ് എന്ന കേസിലേക്ക് വരുമ്പോൾ ഈ സബ്ജക്റ്റായി ഫംഗ്ഷൻ ചെയ്യുന്നത് നൗൺ ആണ് എന്ന് നമുക്കറിയാം. സോ നമ്മൾ നൗണിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നൗൺ, എങ്ങനെയാണ് നൗൺ ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ കേസിലാണ് അത് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സോ നൗൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നാമം എന്നാണ് ഇതിന്റെ അർത്ഥം. അഥവാ ഈ നാമം എന്ന് പറഞ്ഞാൽ പേര് എന്നാണ്. നമുക്കറിയാം, വളരെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണത്, നാമം, അല്ലെ? ദാറ്റ് മീൻസ് അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ നെയിമിംഗ് വേർഡ്സ് എന്നാണ് പറയാറുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് നാമങ്ങളായി വരുന്ന വാക്കുകളാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു സെന്റൻസിൽ നൗൺ എന്ന ഭാഗത്തിന് വളരെ വലിയൊരു പ്രാധാന്യമാണുള്ളതെന്ന് നമുക്കറിയാം. കാരണം ഒരു സെന്റൻസിന്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് ആ സബ്ജക്റ്റ് അഥവാ നൗൺ അത് ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ ഒരു കണക്ഷനാണ് പ്രധാനമായിട്ട് ഒരു സെന്റൻസിനെ ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്, ഏത് വേർബ് ആണ് എന്നൊക്കെ തീരുമാനിക്കുന്നതും ഈ നൗണിന് വലിയൊരു പങ്കുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഈ നൗണിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൗൺ എന്ന് പറയുന്നത് ഇസ് എ വേർഡ്, ബട്ട് ഈ വേർഡ് എന്താണ്, ഒരു നെയിം ആയിരിക്കും എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. ഓക്കെ, അതെന്തായിരിക്കാം? പേഴ്സൺ ആവാം, ഒരു വ്യക്തിയാവാം, ഒരു സ്ഥലത്തിന്റെ പേരാവാം, ഒരു വസ്തുവിന്റെ പേരാവാം, എന്ത് തന്നെയാണെങ്കിലും അത് നൗൺ ആണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിസ്റ്റർ ഗുട്ടറസ് ഹിയർ. ഈ പേര് ഒരു വ്യക്തിയുടെ പേരാണ്, സോ ഇതൊരു നൗൺ ആണ്. ബ്രസീൽ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്, അതും ഒരു നൗൺ ആണ്. സോഫ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ പേരാണ്, അത് ഒരു നൗൺ ആണ്. ലവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, വസ്തുവല്ല, സ്ഥലവുമല്ല, ഒന്നുമല്ല. അപ്പൊ നമ്മൾ അടുത്ത കേസിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ലവ് ഈസ് എൻ ഐഡിയ, or a feel or an idea. ഓക്കെ, അപ്പോൾ ലവ് എന്ന് പറയുന്നതും ഒരു നൗൺ ആണ്. ഓക്കെ, നമുക്ക് നൗൺ ലവ്, സോറോ, ഹാപ്പിനെസ്, ദെൻ കൈൻഡ്നെസ്, എക്സെട്ര ഒരുപാട് വേർഡുകൾ നമുക്ക് അതുപോലെ പറയാൻ സാധിക്കും. ഇവയെല്ലാം എന്താണ്? നൗണുകളാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നൗൺ എന്ന് പറയുന്നത് എന്താണ്? നൗൺ എന്ന് പറഞ്ഞാൽ അതൊരു നെയിമിംഗ് വേർഡ് ആയിരിക്കും. ആ നെയിമിംഗ് വേർഡ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെതാവാം, ഒരു വ്യക്തിയുടേതാവാം, ഒരു സ്ഥലത്തിൻ്റെതാവാം, ഒരു ആശയത്തിൻ്റെതാവാം, ഏത് തന്നെ ആയാലും അതൊരു നെയിമിംഗ് വേർഡ് ആണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, സോ നൗൺ എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി നൗൺ മീൻസ് ഇറ്റ്സ് എ നെയിമിംഗ് വേർഡ്. It means that the name of a person, name of a thing, name of an idea, name of a place, etc. All these are noun. Okay, അപ്പോൾ നൗണിനെ കുറിച്ച് നമുക്ക് എന്താണെന്ന് ഒരു ആശയം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൗണുകളുടെ ക്ലാസിഫിക്കേഷൻസ് ആണ്. നൗണിന് ചില ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് നൗൺ? നൗണുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 ക്ലാസിഫൈ ചെയ്യാം. ആക്ച്വലി 8 ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പൊതുവെ ഇംഗ്ലീഷിൽ പറയുമെങ്കിലും മെയിൻലി 4 മെയിൻ ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആക്ച്വലി 8 ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു, ബട്ട് അതിന്റെ മേജർ കോർ ആയിട്ടുള്ള ഡിവിഷൻസ് എന്ന് പറയുന്നത് 4 അപ്പൊ അത് നമ്മൾ അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഈസ് കോമൺ നൗൺ ആണ്. കോമൺ നൗൺ എന്ന് പറയുന്നത് നൗൺ ഇൻ ജനറൽ എന്നാണ്. ഓക്കെ, പൊതുവായിട്ട് ഉള്ള നൗണുകളാണ്
ജനറൽ ആയിട്ട് പറയുന്നതാണ് നമ്മുടെ കോമൺ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് ഗേൾ. ഗേൾ എന്ന് പറയുമ്പോൾ ഏതൊരു ഗേളും ആവാം. ഓക്കെ, പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഏതൊരു പെൺകുട്ടിയും ആവാം അല്ലെ. ഈ ലോകത്തെ ഏതൊരു പെൺകുട്ടിയെയും നമ്മൾ ഗേൾ എന്നാണ് പറയുന്നത്. ഈ ലോകത്തെ ഏതൊരു ആൺകുട്ടിയെയും നമ്മൾ ബോയ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ലോകത്തെ ഏതൊരു സിറ്റിയെയും നമ്മൾ സിറ്റി 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 എന്ന് തന്നെയാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഇത് കോമൺ ആയി പറയുന്ന പേരുകളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവായി ജനറൽ ആയി പറയുന്നു. അതൊരു പ്രത്യേകമായ ഒരു സിറ്റി അല്ല. ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ നൗൺ ആണ്. ഒരുപാട് നൗണുകൾ നമുക്ക് ഇവിടെ ഇതുപോലെ പറയാൻ സാധിക്കും. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. ഓക്കെ, ദെൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. ഓൾ ദീസ് ആർ കോമൺ നൗൺ. നമുക്ക് ആരെയും ഏത് ലോകത്തെ എല്ലാവരെയും നമ്മൾ ആ ഒരു പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് അത് പ്രോപ്പർ നൗൺ ആയി മാറുന്നത്. സോ അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ഏതൊരു നാമത്തെയും പൊതുവായി പറഞ്ഞാൽ അത് കോമൺ നൗൺ ആണ്. ഓക്കെ, ജനറൽ ആയിട്ടാണ് ഈ കോമൺ നൗൺ നമ്മൾ പൊതുവെ പറയുന്നത്. ഇനി എന്താണ് പ്രോപ്പർ നൗൺ? കോമൺ നൗണിൽ നിന്ന് നമ്മൾ പ്രോപ്പറിലേക്ക് പോകുമ്പോൾ പ്രോപ്പർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സ്പെസിഫിക് ആണ്. ഓക്കെ, പ്രോപ്പർ എന്ന് പറയുമ്പോഴേ അത് സ്പെസിഫിക് ആണ്. സ്പെസിഫിക് നൗണുകളാണ് പ്രോപ്പർ നൗണുകൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഗേൾ ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. അത് പ്രോപ്പർ നൗണിലേക്ക് പോകുമ്പോൾ അത് പ്രിയ എന്ന പേരിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രിയ എന്ന് പറയുന്ന പേര് ഒരു പ്രത്യേക വ്യക്തിയുടെ പേരാണ്, പ്രോപ്പർ ആണ്, സ്പെസിഫിക് ആണ്. ഓക്കെ, ബോയ് എന്ന ഒരു പേരിൽ നിന്ന് നമ്മൾ കാളിദാസ് എന്നൊരു പേരിലേക്ക് വരുമ്പോൾ ഈ പേര് സ്പെസിഫിക് ആണ്, ഒരു പ്രത്യേക വ്യക്തിയുടെ പേരാണ്. ദെൻ സിറ്റി എന്ന് പറയുന്നത് ഒരു ഡൽഹി എന്ന പേരിലേക്ക് നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഈ സിറ്റി എന്താണ്? ഡൽഹി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആയി മാറുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ മറ്റൊരു വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാവുന്ന എക്സാമ്പിൾ ആണ് കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർ എന്ന് പറഞ്ഞാൽ കോമൺ നൗൺ ആണ്. ഓക്കെ, കാർ എന്ന് പറഞ്ഞാൽ കോമൺ നൗൺ ആണ്. അതിനെ നമ്മൾ പ്രോപ്പർ നൗൺ ആക്കുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നു മാരുതി സുസുക്കി എന്ന് ഞാൻ എഴുതുന്നു. മാരുതി സുസുക്കി. ഓക്കെ, മാരുതി സുസുക്കി എന്ന് പറയുന്നത് ഇസ് എ പ്രോപ്പർ നൗൺ. ഒരു പ്രത്യേക കാറിന്റെ പേരാണ്, കാർ കമ്പനിയുടെ പേരാണ് മാരുതി സുസുക്കി. സോ കാർ എന്ന കോമൺ നൗണിൽ നിന്ന് നമുക്ക് പ്രോപ്പർ നൗൺ, ഓക്കെ, പ്രോപ്പർ നൗണിലേക്ക് മാറുമ്പോൾ അവയ്ക്ക് ഒരു പ്രത്യേക സ്പെസിഫിക്കേഷൻ നമ്മൾ കൊടുക്കും. അങ്ങനെയുള്ള നൗണുകളെയാണ് നമ്മൾ പ്രോപ്പർ നൗണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. അപ്പൊ കോമൺ നൗൺ എന്താണെന്നും പ്രോപ്പർ നൗൺ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് കളക്റ്റീവ് നൗൺ ആണ്. എന്താണ് കളക്റ്റീവ് നൗൺ? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് കൂട്ടമായി പറയുന്ന നൗണുകളാണ്. നമ്മൾ ഒരു കൂട്ടം, ദാറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് തിങ് ഓർ എ നമ്പർ ഓഫ് പീപ്പിൾ, നമ്പർ ഓഫ് തിങ്സ് എന്ന് നമുക്ക് ഇതിനെ പറയാം. നമ്പർ ഓഫ്, ഇപ്പൊ ടീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും എന്ന്. ആർമി മീൻസ് എ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഫാമിലി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരാളുടെ ഫാമിലി എന്ന് പറയുന്നത് അയാളും അയാളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും ചേരുന്നതാണ് ഫാമിലി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്കറിയാം എന്താണ്, ഫോർ എക്സാമ്പിൾ മോബ്, ക്രൗഡ്, ഇതൊക്കെ എന്താണ് ഇംഗ്ലീഷിലെ കളക്റ്റീവ് നൗണുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ കൊയർ. കൊയർ ഓഫ് സിംഗർ അല്ലെ, ഗായകന്മാരുടെ കൂട്ടം അല്ലെ കൊയർ എന്ന് പറയുന്നത്, കൊയർ ഓഫ് സിംഗർ. അപ്പോൾ ഒരു കൂട്ടമായി വരുന്ന വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ ഗ്രൂപ്പായി വരുന്നതിനെ നമ്മൾ കളക്റ്റീവ് നൗൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് അബ്സ്ട്രാക്ട് നൗൺ. എന്താണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാനോ കാണാനോ ഒന്നും സാധിക്കില്ല. ഓക്കെ, നമുക്ക് ടച്ച് ചെയ്യാനും സാധിക്കില്ല, കാണാനും സാധിക്കില്ല. അങ്ങനെയുള്ള നൗണുകളാണ് അബ്സ്ട്രാക്ട് നൗൺ. ഫോർ എക്സാമ്പിൾ കൈൻഡ്നെസ് ആണ്. കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരാളുടെ ക്വാളിറ്റിയാണ്, നമുക്കറിയാം ഒരു ക്വാളിറ്റിയാണ്. ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. ഹീറോയിസം എന്ന് പറയുന്നതൊക്കെ ഒരു ആക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. ആക്ച്വലി ഇതെല്ലാം നൗണുകളാണ് താനും. പക്ഷെ ഈ നൗണുകളെ നമുക്ക് പറയാൻ സാധിക്കും, കാണാനോ സ്പർശിക്കാനോ ഒന്നും സാധിക്കില്ല. ഓക്കെ, ഇപ്പൊ ലവ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. ലവ് എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. പക്ഷെ ലവ് എന്ന അതൊരു ഐഡിയയാണ്, ഒരു ആശയമാണ്, നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കാണാനോ സ്പർശിക്കാനോ സാധിക്കില്ല. ഓക്കെ, അപ്പൊ സിക്നെസ്, അസുഖം എന്ന് പറയുന്നത് സിക്ക്, അത് നമുക്ക് എന്താണ്
പറയാം എന്നല്ലാതെ നമുക്ക് കാണാനോ സ്പർശിക്കാനോ സാധിക്കില്ല. ക്ലിയർ? ഫോർ എക്സാമ്പിൾ മെഡിറ്റേഷൻ, ഹാപ്പിനെസ്, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഈ ഒരുപാട് വാക്കുകൾ ഏതൊരു വാക്കുകൾ നിങ്ങൾ എടുത്താലും അവയെ നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവയുടെ പ്രത്യേകത ഇതായിരിക്കും: അവയെ നമുക്ക് സ്പർശിക്കാനോ കാണാനോ സാധിക്കില്ല. നമ്മുടെ സെൻസ് അനുസരിച്ച് നമുക്കറിയാം, ഒരു ചെയർ എന്ന് പറയുമ്പോൾ കസേര നമുക്ക് കാണാൻ സാധിക്കും. പെൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സ്പർശിക്കാൻ സാധിക്കും. അതൊരു മെറ്റീരിയൽ ഫോം ആണ്, അതിനൊരു ഫിസിക്കൽ രൂപമുണ്ട്. ഓക്കെ. എന്നാൽ ലവ്, സോറോസ്, സിക്നസ്, ഹാപ്പിനെസ്, കൈൻഡ്നസ്, ഡാർക്ക്നെസ്, ദെൻ ഹീറോയിസം, എക്സെട്ര എക്സെട്ര, ഇങ്ങനത്തെ ഒരുപാട് നൗണുകളെ കുറിച്ച് പറയുമ്പോൾ അവയ്ക്ക് ഒരിക്കലും എന്തില്ല, ഒരു ഫിസിക്കൽ രൂപമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഫിസിക്കൽ രൂപം ഇല്ലാത്തത് കൊണ്ടും അവയെ നമുക്ക് ടച്ച് ചെയ്യാനോ നമുക്ക് കാണാനോ ഒന്നും സാധിക്കാത്തത് കൊണ്ടുമാണ് നമ്മൾ അങ്ങനത്തെയുള്ള നൗണുകളെ ഇംഗ്ലീഷിലെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ 4 പ്രധാന നൗൺ ക്ലാസിഫിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് ഒന്ന് കോമൺ നൗൺ ആയിരുന്നു, അതായത് പൊതുവായി നമ്മൾ പറയുന്ന പേരുകൾ, അത് പൊതുവായി ജനറലൈസ് ആയി പറയുന്നതാണ്. 2 പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ജനറലൈസ് ആയി പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി യുണീക്കായി സ്പെസിഫിക്കലി നമ്മൾ ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു ഒബ്ജക്റ്റിന്റെയോ ഒക്കെ എന്ത് തന്നെ പറഞ്ഞാലും അതെന്താണ്, അത് പ്രോപ്പർ നൗൺ ആയി മാറും. ദെൻ എന്താണ് കളക്റ്റീവ് നൗൺ? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഒരു കൂട്ടം വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ ഒക്കെ പേരുകളാണ് കളക്റ്റീവ് നൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ, അബ്സ്ട്രാക്ട് നൗൺ മീൻസ് നമുക്കൊരിക്കലും കാണാനോ സ്പർശിക്കാനോ ഒന്നും സാധിക്കാത്ത പേരുകളാണ്. അത് വസ്തുവല്ല, വ്യക്തിയല്ല, ബട്ട് ഇറ്റ്സ് എ ഫീൽ ഓർ എൻ ഐഡിയ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് വളരെ തറവായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കോമൺ നൗണുകളാണ് പലപ്പോഴും എന്തായി മാറുന്നത്, കോമൺ നൗണുകളെ നമുക്ക് അബ്സ്ട്രാക്ട് നൗണുകളാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. കോമൺ നൗണിൽ നിന്നാണ് അബ്സ്ട്രാക്ട് നൗണുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ. ഇത് വളരെ കുറച്ചു പേർക്ക് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. കോമൺ നൗണിൽ നിന്നാണ് എല്ലാ അബ്സ്ട്രാക്ട് നൗണുകളും ഉണ്ടാവുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാം ഗേൾ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ്. ഇതിന്റെ അബ്സ്ട്രാക്ട് ഫോം എന്താണ്, ഗേൾഹുഡ് ആണ്. ഓക്കെ, ഗേൾഹുഡ്. അപ്പൊ നമ്മൾ ഇവിടെ HOOD ഹുഡ് ചേർത്തപ്പോൾ അതെന്തായി, ഒരു അബ്സ്ട്രാക്ട് നൗൺ ആയി മാറി. നമുക്ക് അടുത്ത് നോക്കാം, ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമൺ നൗൺ ആണ്. ഇതിന്റെ അബ്സ്ട്രാക്ട് ഫോം ആണ് ചൈൽഡ്ഹുഡ്. ഓക്കെ, ഇതിന്റെ അബ്സ്ട്രാക്ട് ഫോം ആണ് ചൈൽഡ്ഹുഡ്. ഓക്കെ. ദെൻ ബോയ്ഹുഡ്. ബോയ് എന്നത് ഒരു കോമൺ നൗൺ ആണ്. അതിനെ നമ്മൾ അബ്സ്ട്രാക്ട് ആക്കാൻ സാധിക്കും. എങ്ങനെയാണ്, ബോയ്ഹുഡ് എന്നാണ് അബ്സ്ട്രാക്ട്. ഓക്കെ. സോ ഹിയർ ദിസ് ഇസ് എ ഡിഫറൻസ്. ബോയ് ബോയ്ഹുഡ്, ചൈൽഡ് ചൈൽഡ്ഹുഡ്, ഗേൾ ഗേൾഹുഡ്. ഓക്കെ. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ഇപ്പൊ നോക്കിയ ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഫ്രണ്ട് എന്ന ഇത് ഒരു കോമൺ നൗൺ ആണ് അല്ലെ. ലോകത്തെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ ഫ്രണ്ട് എന്നാണ് പറയുക. ആ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞാൽ അത് പ്രോപ്പർ ഫ്രണ്ടായി മാറും, പ്രോപ്പർ നൗൺ ആയി മാറും. ഈ ഫ്രണ്ട് എന്ന് പറയുന്ന കോമൺ നൗണിനെ നമുക്ക് അബ്സ്ട്രാക്ട് നൗൺ ആക്കാൻ ഇത്രയേ ഉള്ളൂ, ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അതിന്റെ കൂടെ SHIP ഇട്ടാൽ അതെന്തായി മാറും, ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ. സോ ഇതാണ് കോമൺ നൗൺ. എല്ലായ്പ്പോഴും പലപ്പോഴായി നമുക്ക് കോമൺ നൗണിനെ നമുക്ക് അബ്സ്ട്രാക്ട് നൗണിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ. ദെൻ അടുത്തതായിട്ട് നമുക്ക് നൗണിനെ ക്ലാസിഫൈ ചെയ്തു. നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്തു, കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇതിന് പുറമെ പ്രധാനമായും 8 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്ന് നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്പൊ കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കോൺക്രീറ്റ് നൗൺ. ഓക്കെ, അബ്സ്ട്രാക്ട് നൗണിന് കോൺക്രീറ്റ് എന്ന നൗൺ എന്നൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്, അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് നമുക്ക് സ്പർശിക്കാനോ തൊടാനോ സാധിക്കില്ല. ബട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴോ, കോൺക്രീറ്റ് നൗണുകൾക്ക് എന്തുണ്ട്, ഫിസിക്കൽ രൂപമുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, കോൺക്രീറ്റ് നൗണുകൾക്ക് എന്തുണ്ട്, ഫിസിക്കൽ, നമുക്ക് അതിനെ സ്പർശിക്കാൻ സാധിക്കും. അപ്പോൾ അബ്സ്ട്രാക്ട് നൗണിന്റെ കൂടെ തന്നെ നിങ്ങൾ കോൺക്രീറ്റ് നൗൺ കൂടെ എന്താണെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഒരു കോൺസെപ്റ്റ് വളരെ ചെറിയ ഒരു ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് ലവ് എന്ന് പറയുമ്പോൾ കാണാനോ സ്പർശിക്കാനോ സാധിക്കില്ല.
ബട്ട് പെൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും സ്പർശിക്കാനൊക്കെ സാധിക്കും. ഡെസ്ക്, ഓൾ ദീസ് ആർ കോൺക്രീറ്റ് നൗൺസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ആണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ഇനി അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് പോലെ തന്നെ കോമ്പൗണ്ട് നൗൺ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. കോമ്പൗണ്ട് നൗൺ അതും നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. കോമ്പൗണ്ട് എന്ന് പറയുന്നത് 2 or 3 നൗണുകൾ ചേർന്ന്, വേർഡുകൾ ചേർന്നുണ്ടാവുന്നവയാണ്. ഫോർ എക്സാമ്പിൾ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, കമാൻഡർ ഇൻ ചീഫ്, എക്സെട്ര. ഓൾ ദീസ് ആർ കോമ്പൗണ്ട് നൗൺസ്. ഓക്കെ, സോ ഇങ്ങനെ അനേകം നൗണുകളുടെ ക്ലാസിഫിക്കേഷനിലൂടെയാണ് പ്രധാനമായും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നൗണുകൾ എന്ന് പറയുന്നത് പ്രധാനമായും നെയിമിംഗ് വേർഡുകളാണെന്നും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇതൊരു ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നൗണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മുടെ പാർട്ട് 1 നൗണിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നൗണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ എല്ലാവരും നൗണിനെ കുറിച്ചുള്ള ഒരു പ്രധാന ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 നൗണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഡിസ്കഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.